രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് ഉന്നത ഭരണ കേന്ദ്രങ്ങളെ റെക്കോർഡ് ചെയ്ത ശബ്ദശകലങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടേക്കും. ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേയുള്ളൂവെന്ന മുന്നറിയിപ്പാണ് വ്യാഴാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ നൽകിയത്. വോട്ട് കവർച്ച ആരോപണങ്ങളുടെ ആദ്യഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞു. ഹൈഡ്രജൻ ബോംബിൽ സസ്പെൻസ് നിലനിൽക്കുകയാണ്. അധികം താമസിയാതെ അതും പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ ഗാന്ധി. ഉന്നത ഭരണകേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നതായിരിക്കും ഹൈഡ്രജൻ ബോംബ് എന്നാണ് അനുമാനം. വോട്ടർ പട്ടികയിൽ പേരുകൾ നീക്കുന്നതിലും കൂട്ടിച്ചേർക്കുന്നതിലും സംഘടിതമായ ശക്തിയും ബുദ്ധികേന്ദ്രവും ഉണ്ടെന്ന് രാഹുൽ ആരോപിച്ചിരുന്നു. ഇത് ആരെന്നതിലേക്കുള്ള വിരൽചൂണ്ടൽ ഹൈഡ്രജൻ ബോംബ് ആരോപണങ്ങളിൽ ഉണ്ടായേക്കും എന്നാണ് അറിയുന്നത്. ഉന്നത ഭരണകേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന റെക്കോർഡ് ചെയ്ത ശബ്ദശകലങ്ങൾ ഉൾപ്പെടെ ശക്തമായ തെളിവിനാണ് തയ്യാറെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായ ഒരു സംവിധാനം രൂപപ്പെടുത്തി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് ആരോപണം തെളിവുകളോടെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി.